1 മിനിറ്റിൽ നേടാം 1 മാർക്ക്. എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? അല്ലെ? അപ്പൊ നമ്മളിവിടെ നോക്കേണ്ടത് എക്സും വൈയും ഒറ്റ സംഖ്യയാണ്. അപ്പോൾ 2 ഒറ്റ സംഖ്യകൾ ഹരിച്ചാൽ അത് ഒറ്റ സംഖ്യ ആയിരിക്കും. 2 ഒറ്റ സംഖ്യകൾ ഗുണിച്ചാലും ഒറ്റ സംഖ്യ ആയിരിക്കും. 2 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ ഇരട്ട സംഖ്യ ആയിരിക്കും. സോ നമ്മുടെ ഉത്തരം ഇവിടെ ഓപ്ഷൻ സി ആണ്. ഇനി 2 ഒറ്റ സംഖ്യകൾ കൃത്യംഗ രൂപത്തിൽ എഴുതിയാലും അത് ഒറ്റ സംഖ്യയാണ്. ഇനി നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഞാനിവിടെ എക്സ് സമം 3 എന്നും y സമം 1 എന്നും വെറുതെ ഒരു എക്സാമ്പിൾ എടുക്കുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം എക്സ് ഡിവൈഡഡ് ബൈ y 3 ഹരിക്കണം 1 3. അപ്പൊ അത് ഒറ്റ സംഖ്യയാണ് അല്ലെ? അടുത്ത ഓപ്ഷൻ എന്താ? എക്സ് ഇൻറ്റു വൈ 3 ഗുണിക്കണം 1 അതും 3 ഒറ്റ സംഖ്യയാണ്. അടുത്ത ഓപ്ഷൻ നോക്കിക്കേ എക്സ് പ്ലസ് വൈ 3 കൂട്ടണം 1 4. അപ്പൊ അതെന്തായി? ഇരട്ട സംഖ്യയായി. ഇനി എക്സ് റേസ്റ്റ് വൈ 3 റേസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ അതും ഒറ്റ സംഖ്യയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ സി ആണ്.